ഞാൻ പറയുന്നൊന്നും കേൾക്കൂല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം പറയും, അത് കേൾക്കൂല. എന്നിട്ട് അവസാനം നല്ലത് മാത്രമേ പറയാറുള്ളൂ. സർപ്രൈസ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു സർപ്രൈസ്. പിന്നെ പുതുമോടിയാണല്ലോ. പിന്നെ ഞങ്ങള് തന്നെ കൊണ്ടുവന്നു. അത് വേണ്ട, ശരിയാവൂല. ദേഷ്യവും അങ്ങനത്തെ ഒന്നും ഇല്ല, വളരെ ഡീസന്റ് കുട്ടി, ഇത്രയും നല്ല കുട്ടിയെന്ന്. അപ്പൊ അവർ അതായത് രാവിലെ പേരൻസ് നല്ല രീതിയിൽ ഇപ്പൊ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാ. കഴിയുന്നതോടെ അഖിലയുടെ വീട് എനിക്ക് എളുപ്പമായി. അഖിലയുടെ വീടാ. വീഡിയോ എടുത്താലോ പാട്ട് പാടുന്നേ, ഇങ്ങനെ ഇവിടെ ക്യാമറ വെച്ചിട്ട് നീ ആടെ പിടിച്ചാ മതി. ഇങ്ങനെ ആടെ പിടിച്ചാ മതി. ഞാൻ ഇങ്ങനെ ആവശ്യമില്ല, ഒറ്റക്ക് എടുത്തു. അല്ല, ഞാൻ എന്റെ ഒപ്പം ഒന്നും ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അല്ല, എവിടെയായാലും മാപ്പ് ഇടണം. എനിക്ക് തോന്നി മാപ്പിലായിരിക്കും പിടിക്കാൻ പോകാൻ. എന്തെന്നായത് നിങ്ങ നേരത്തെ വായ തുറന്ന് പറഞ്ഞൂടെ? ഇതിലിങ്ങനെയാ കാണിച്ചത്. ഞാനിത് ചെയ്തതൊക്കെ നല്ല ചെയ്തതൊക്കെ നല്ല അങ്ങനെയല്ല. ഞാൻ പറയുള്ളേ, ഇനി ഇപ്പൊ പാരന്റ്സ് തന്നെ ചോദിക്കുന്ന ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടായിരിക്കും, നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ താമസിക്കുന്നു. അത് എല്ലാ പാരന്റ്സിനെ പോലെ ചോദിക്കാറുണ്ട്. അത് പിന്നെ നമ്മുടെ രണ്ടാളുടെയും പ്രൊഫഷൻ വേറെ വേറെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ബസ്സിനും റെയിൽവേക്കും പൈസ ഇങ്ങനെ കൊടുക്കുക, ടിക്കറ്റ് ബുക്ക് ക്യാൻസൽ. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പരിപാടി. പ്രാങ്ക് പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും സർപ്രൈസ് ആവാം, അങ്ങനെ പ്രാങ്ക് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു സർപ്രൈസ്. പിന്നെ പുതുമോടിയാണല്ലോ. പിന്നെ ഞങ്ങള് തന്നെ കൊണ്ടുവന്നു. അത് വേണ്ട, ശരിയാവൂല. പിന്നെ നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കി ആ പൈസ വെച്ച് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് എന്തോ ഗിഫ്റ്റ് വരാനിരുന്നതാണ്, അതാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത് നിങ്ങള്? അല്ലല്ല, നമ്മള് കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള. അല്ല, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാ. കൊറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ആഗ്രഹം ഇന്ന് പൂവണിയാൻ പോവുകയാണ് അല്ലേ? ഓ, അപ്പം ആദ്യത്തെ 1 year ആയിരുന്നു സർപ്രൈസും പരിപാടികളും. അത് പിന്നെ എന്താ ബർത്ത്ഡേ, അതായത് ഇങ്ങനെ കണക്ക് നോക്കി വരുമ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം. ഇതൊക്കെ അതിന്റെ ആവശ്യമില്ല. കാരണം പിന്നെ എല്ലാം ഇനി വരുന്ന ബർത്ത്ഡേസിനൊക്കെ എന്താ കൊടുക്കാം? ഓക്കെ, ഷർട്ട് കൊടുക്കാം, വാച്ച് കൊടുക്കാം, ഷൂ കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് അടിച്ച് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി നിർത്താം, വേണ്ട. നമുക്ക് വേണേ വല്ല ഹോട്ടലിൽ പോയി കുറച്ച് ഫുഡ് കഴിക്കോ, പുറത്ത് പോയി എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡ്രസ്സ് വാങ്ങി, ഞാൻ ഇപ്പൊ ബിപിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാറുണ്ട്, ബിപി എനിക്ക് ഡ്രസ്സ് വാങ്ങി, അങ്ങനെ കണ്ടു കഴിഞ്ഞാലും മേടിക്കുമല്ലോ. വിൻഡോ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോയി ഗിഫ്റ്റ് എന്നുള്ള രീതി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും അത്ര റൊമാൻറ്റിക്, just like vibe friends man, അതല്ലേ ഏറ്റവും അടിപൊളി അല്ലേ? പൂവൊക്കെ കൊടുത്ത ആ പരിപാടി ഇല്ല. കോഫി അതില്ല, വേണമെങ്കിൽ വന്ന് കുടിച്ചോന്ന് പറയാം. എന്റെ BP ഏട്ടാന്നൊക്കെ. ഇപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് തന്നെ ഇപ്പൊ പലർക്കും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ചിലര് ബീച്ച് പേഴ്സൺസ് ആയിരിക്കും, ചിലര് ഇങ്ങനെ പറയുന്നുണ്ട് ബീച്ച് ഒരിക്കലും ഒരു രക്ഷയില്ല. ചിലപ്പോൾ അവർക്ക് ട്രക്കിങ്ങോ മൗണ്ടൻ ക്ലൈംബിങ്ങോ, ആ ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മൗണ്ടൻ ക്ലൈംബിങ് ഞാൻ ഇവിടെ വെള്ളത്തിൽ ചെയ്തോട്ടെ അങ്ങനെ പറയുന്നവരുണ്ടോ? നിങ്ങളുടെ ആ ഇൻട്രസ്റ്റിനെ പറ്റി നിങ്ങൾ സെയിം ആണോ? സിമിലറാ. കാരണം ഞാൻ ഭയങ്കര സൺസെറ്റ് സൺറൈസ് പേഴ്സണാ. ഓക്കെ, എനിക്ക് ഇപ്പം എന്തെങ്കിലും ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഒരു സൺസെറ്റ് കണ്ടിരിക്കും ഇങ്ങനെ എവിടെയെങ്കിലും. ഇപ്പൊ ഒന്നിക്ക് മേലെ ടെറസിൽ പോയി കാണും, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് എപ്പോഴും നമുക്ക് കടമക്കുടിയൊക്കെ പോയിട്ട് ഞാൻ സൺറൈസ് കണ്ട് ഇങ്ങനെ നിൽക്കും. സീരിയസ്ലി, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മൂഡും. അത് അല്ലെങ്കിൽ മൗണ്ടൈൻ നമ്മൾ രണ്ടും എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടി സ്കൈ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. സ്കൈയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, കളേഴ്സ്. അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നുള്ളത്. ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്കിത്.
എങ്ങനെയും കാണണം പറഞ്ഞിട്ടുണ്ട്. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് അതാ നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നുള്ളത്. നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ. മലേഷ്യക്ക് പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോൾ മലേഷ്യ ഒഴിവാക്കണോ? നേരെ അങ്ങോട്ട് ഇനി വണ്ടി വിടാൻ പറ്റത്തില്ലല്ലോ. ഭയങ്കര വണ്ടറാ എനിക്ക് സ്കൈ കാണുമ്പോ. ഈ സ്റ്റാർസും അതുപോലെ സൺസെറ്റിന്റെ സമയത്ത് ഉണ്ടാവുന്ന കളേഴ്സ്, സൂര്യൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കളർ ചേഞ്ചസ്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറാ. എനിക്ക് അത്രക്ക് വണ്ടറില്ല കേട്ടോ. ഇല്ല, ഞാനിപ്പോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ പെട്ടെന്ന് സ്കൈ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും കുറച്ചു നേരം, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ചില സമയത്ത് തോന്നും ഇവിടെ ഇടയ്ക്ക് ഓരോ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ സ്റ്റോറി ഇടും സ്കൈയുടെ ഫോട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, ഇത് ഇത്രക്ക് രസം ഉണ്ടല്ലേ. നമ്മൾ നോക്കുമ്പോ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിക്കാൻ അറിയാവുന്നവർ ആസ്വദിച്ചു കഴിഞ്ഞാൽ അതൊരു ആസ്വാദനം. POV നമ്മൾ നോക്കണം. കുഴപ്പമില്ല. രാഹുലിനെ സ്ട്രൈവ് ചെയ്യുന്ന ഒരു ബീച്ചാണോ? എനിക്ക് എവിടെയായാലും ഓക്കെയാണ്. നമ്മൾ എവിടെ പോയാലും അവിടെ സന്തോഷം കണ്ടെത്തണം. തണുപ്പുള്ള നല്ലൊരു തണുപ്പ് അധികം അല്ലേ പറ്റില്ല, കാരണം എൻ്റെ ബോഡി കുറച്ച് സെൻസിറ്റീവ് ആണ്. തണുപ്പടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എൻ്റെ ചുണ്ടൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് തണുപ്പ് പരമാവധി കുറക്കാറാണ്. പക്ഷെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം. ഇനി ഇപ്പൊ പാരൻസ് തന്നെ ചോദിക്കുന്ന ചിലപ്പോൾ ഉള്ളൊരു കാര്യം ഉണ്ടായിരിക്കും, നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ എറണാകുളത്താണ്. അപ്പോൾ അതിനെന്തെങ്കിലും പാരൻസ് ഓഫ് കോഴ്സ് അവരുടെ ഒരു കൺസേൺസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, പരിപാടികൾ? അത് എല്ലാ പാരൻസിനെ പോലെ ചോദിക്കാറുണ്ട്. അത് പിന്നെ നമ്മുടെ രണ്ടാളുടെയും പ്രൊഫഷൻ വേറെ വേറെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സമയം കിട്ടുമ്പോൾ കൂടി നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ഒരു ദിവസത്തേക്കൊക്കെ കൊച്ചി വന്നിട്ടൊക്കെ പോകും. അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ബസ്സിനും റെയിൽവേക്കും പൈസ ഇങ്ങനെ കൊടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പരിപാടി. അങ്ങനെ എത്രയാ പോകുന്നറിയോ? അല്ല, ഇനിയിപ്പം അടുത്ത സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ, ലീവ് എടുത്ത് അതല്ലേ എടുത്തെടുത്ത് പറയണല്ലേ, അതല്ലേ കേക്കട്ടെ എന്നൊക്കെ. അപ്പൊ ഇനി നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? വിചാരിച്ചു എന്താ വരാത്ത ആരുകട്ടെ എന്താന്നുള്ളത്. ഓക്കെ, ഇതൊരു എന്തായാലും രാഹുലിനെ അല്ലെ പിപിനെ അഖിലേക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടറും പരിപാടി. അല്ല, എസ്വർണ്ണ ഒന്നുമല്ല. പിപിക്കും അഖില ബിഹേവ് ചെയ്യുന്നത് പല സിറ്റുവേഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയാമല്ലോ, തീർച്ചയായിട്ടും. റൈറ്റ്. അപ്പം അത് റിലേറ്റഡ് ഒരു സാധനമാണ്. അതായത് ഇതൊരു ക്യാരക്ടർ സ്വാപ്പിംഗ് സെഗ്മെന്റ്. സൂപ്പർ, അടിപൊളിയല്ലേ? കലകില്ലേ? ഇഷ്ടപ്പെട്ടു? അടി. ഓക്കെ, സിറ്റുവേഷൻ പറയാം. ഓക്കെ, ഒരു 3 സിറ്റുവേഷൻ പറയാം. ഒന്ന്, ഒരു ലോങ് ഡ്രൈവ് പോകുന്നു കാറിൽ. ഇത് ഞാൻ പറയട്ടെ, എന്നെ അഭിനയിച്ചാണ് ഇങ്ങനെ എനിക്ക് ഏറ്റവും എളുപ്പം. ഓക്കെ, ഒരു ലോങ് ഡ്രൈവ് പോകുന്നു. ആ ഡ്രൈവിൽ ഒരു ഹൈവേയാ, പാട്ട് വെക്കാനുള്ള സംഗതികളുണ്ട്, സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ, കടകളുണ്ട്, എന്തും ആവാം. അതാണ്. ഓക്കെ, അപ്പം രാഹുൽ വണ്ടി ഓടിക്കുന്നു, ഇപ്പുറത്ത് അഖില ഇരിക്കുന്നു. അപ്പം രാഹുൽ ആക്ട് ചെയ്യേണ്ടത് അഖിലയായിട്ടാണ്. അഖില വണ്ടി ഇരിക്കുന്നു, വണ്ടിയുടെ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നു, ഇപ്പുറത്ത് രാഹുൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണേ. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനാണ് ആദ്യം രാഹുൽ കാണിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് അഖിലേക്കുള്ള സിറ്റുവേഷനും തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അത് ആക്ട് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. അതാ രസം അല്ലേ? സെറ്റ്. അപ്പം ഡെസ്റ്റിനേഷൻ ഒക്കെ പറയണം, നിങ്ങൾ പറയണം എവിടെയാണ്, എങ്ങോട്ടാണ് യാത്ര. നമ്മൾക്ക് ഹൈവേയിൽ അങ്ങ് പോവാം, ബീച്ചിലോട്ട് പോകാം. ബീച്ചിലോട്ട് ഹൈവേയിലെ കൂടെ പോയിട്ടാണല്ലോ ബീച്ചിലേക്ക് എത്തുക. നേരെ ചെറായി ബീച്ച് ഇവിടുന്ന്, അല്ലെ കോഴിക്കോട് ബീച്ച്, അല്ല എവിടെയായാലും മാപ്പ് ഇടണം. എനിക്ക് തോന്നി മാപ്പിലായിരിക്കും പിടിക്കാൻ. അപ്പൊ ഫ്രം ദി സെക്കൻഡ് രാഹുൽ PP എന്ന് പറയുന്ന വ്യക്തി അഖിലയാകാൻ പോവുകയാണ്. അഖില രാഹുലാകാൻ പോവാണ്. ഞാൻ 3 പറയുമ്പോ. ഓക്കെ, ഒരു മിനിറ്റ്. വണ്ടി ഓടിക്കാനൊക്കെ അറിയാലോ. സോളിൽ ഞാൻ തരുവാണേ, സ്വാപ്പ് ചെയ്ത് തരാൻ പോവാ. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആക്ഷൻ മാറണം, മുഖം മാറണം. എന്റെ ഡയലോഗ് പറയാൻ മറക്കല്ലേ. എറിയാൻ പോണേ. ഞാൻ ഓടിക്കണേ. പാട്ടൊക്കെ വരണം. എന്റെ ചിന്നു, നിന്റെ ഒരു രണം ഒന്നും മിണ്ടാണ്ട് പോയായിരുന്നു. എപ്പോ ഒരു രണം. വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ചിറകിട്ടാലോ.
കൊറേ നാളെ ചിറകെ തുടങ്ങിയിട്ട്. വേറെ ഏത് നല്ല പാട്ടൊന്നുമില്ല ഇപ്പൊ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന പാട്ടില്ലേ? ചിറകെങ്കിൽ ചിറകിടാം. നമുക്കില്ലേ മറ്റേ അല്ല, നമ്മൾ ഡയറക്റ്റ് ബീച്ച് തന്നെ സെർച്ച് ചെയ്യാം അല്ലേ? പിന്നെ അതല്ലാണ്ട് പിന്നെ എന്നാ ഇടണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കില്ലേ പോകുന്ന വഴിക്ക് മറ്റേ വീഡിയോ എടുത്താലോ പാട്ട് പാടുന്നേ, ഇങ്ങനെ ഇവിടെ ക്യാമറ വെച്ചിട്ട്. നീ ആടെ പിടിച്ചാ മതി, ഇങ്ങനെ ആടെ പിടിച്ചാ മതി. ഞാൻ ഇങ്ങനെ ആവശ്യമില്ല, ഒറ്റക്ക് എടുത്തോ. അല്ല ചിന്നു, ഞാൻ എന്റെ ഒപ്പം ഒന്നും ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ചെയ്യാം, നോക്കാം. എന്നാന്ന് ഒന്നും ഒരു വീഡിയോ നീ ഇങ്ങനെ പിടിച്ചാ മതി, നിന്റെ തല മാത്രം കാണിച്ചാ മതി. അടുത്ത ലെഫ്റ്റ് ആണ്. ഏത് ഈ ലെഫ്റ്റാ? ഈ ലെഫ്റ്റാ? അല്ല, കഴിഞ്ഞു പോയി. എന്തെന്നായത്? നിങ്ങൾ നേരത്തെ വായ തുറന്ന് പറഞ്ഞൂടെ? ഇതിലിങ്ങനെയാ കാണിച്ചത്. കാറിൽ സ്ക്രീനിലിടും യൂട്ടേൺ. ഇതൊന്നും എനിക്ക് നേരത്തെ പറഞ്ഞൂടെ? നിനക്ക് നോക്കാൻ എപ്പം നീ ഇങ്ങനെയാണല്ലോ കളിക്കുന്നത്. അതൊരു വഴിയുണ്ട്, ഇതിലെ വേറൊരു വഴി കാണുന്നുണ്ട്. വിട്ടോ നേരോട്ടോ. നേരെ വിട്ടത്തിൽ കണ്ടത്തിന്റെ മുമ്പിൽ അങ്ങ് പോയി നിന്നാലും ഇല്ല. ലെഫ്റ്റ് എടുത്തോ. ഒരു എപ്പിക് ഡയലോഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സംഭവം പറയും. നമുക്ക് ഇതിലേ പോവാന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്തൊരു അടുത്ത ഹോട്ടലിൽ കയറാം, ഇനി കാണുന്ന ഹോട്ടലിൽ കയറാന്ന് പറയും. അപ്പൊ ഒരു ഹോട്ടലിൽ പറയും, ഞാൻ പറയും ഇത് വേണ്ട, ഇത് കാണുമ്പോൾ ഒരു വൃത്തിയില്ല. അങ്ങനെ പോയി ലാസ്റ്റ് ഹോട്ടൽ ഉണ്ടാവില്ല. അപ്പൊ പറയും, ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. അതെന്റെ സ്ഥിരം ഡയലോഗ്. അതെന്താ പറയാ, ഒരുപാട് ഞങ്ങള് കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരികയാണ്, രാത്രിയാ. അപ്പം മറ്റേ മാഹി ഹൈവേ കേറിയിട്ട് പെട്രോൾ അടിക്കാൻ മാഹി എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഹൈവേയിൽ കയറാം. മറ്റേ പുതിയ ഹൈവേ ആണല്ലോ, ഹൈവേ കയറാം. അപ്പൊ ഞാൻ പറഞ്ഞു പി തിരിച്ചു പോയാലേ ഹൈവേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവനോന്നല്ലോ ഈ സർവീസ് റോഡ് നേരെ പോയാൽ എന്തായാലും മാപ്പിൽ കാണിക്കുന്നുണ്ട്. പോയി 2 കിലോമീറ്റർ കഴിഞ്ഞ ഡെഡ് എൻഡ്. രാത്രി 1 മണിക്ക് എനിക്ക് ദേഷ്യം. ഞാൻ പറയുന്നൊന്നും കേക്കണ്ട. ഞാൻ എന്റെ സമാധാനം എന്ന് വെച്ചാലേ എന്റെ പുറകെ എന്നെ പോലെ വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വഴിയുണ്ടാവും. ലാസ്റ്റ് രണ്ടാളും ബ്ലോക്കായി. ഇയാള് റിവേഴ്സ് എടുത്താലേ എനിക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഞാൻ പറയുന്നൊന്നും കേൾക്കൂല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം പറയും, അത് കേൾക്കൂല. അതിൽ അവസാനം നല്ലത് മാത്രമേ പറയാറുള്ളൂ. അല്ല ഇടയ്ക്ക് നല്ലത് ഞാൻ പറയാം. വളരെ മനോഹരമായിരിക്കുന്നു. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ. ഒറ്റ സിറ്റുവേഷൻ കൂടെ ഉള്ളൂ. ഇനിയുണ്ടോ? ഒരു സിറ്റുവേഷൻ ഉണ്ട്, വളരെ ഗംഭീരമായിട്ട് സാപ്പ് തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ദിവസം നൈറ്റ് ഇവിടുന്ന് ട്രെയിനിൽ പോകുന്നു. നേരെ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ രാഹുലിൻ്റെ വീട്ടിൽ കയറുന്നു. രാഹുലിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുന്നു. അവിടെ പാരൻസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഗസ്റ്റ് ആക്കാം, വാട്ടെവർ. യുവർ വിഷ് ഈസ് മൈ വിഷ്, ഓൾസോ യുവർ വിഷ്. ഓക്കെ, അപ്പം അഖില ഇരിക്കുന്നു. ഇത് രാഹുലിൻ്റെ വീടാണ്. ഇത് രാഹുലും. ഓക്കെ, റെഡി? അമ്മ അപ്പുറത്തുണ്ട്. എങ്ങനെ വെള്ളമാക്കാം? നമ്മളെ വീട്ടിലേക്ക് വന്ന് കയറുന്നതാണോ? വീട്ടിലുണ്ട്. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുവാണോ? അല്ലെ വീട്ടിലേക്ക് വരുന്ന പോലെ ആയിരിക്കും. എനിക്ക് സിമ്പിളാ, വരുന്ന പോലെ ആയിരിക്കും. സിമ്പിളാണ്. കുറച്ച് ഞാൻ ഉണ്ടാവില്ല. കറക്റ്റ് കാണിക്കും. അല്ല, അത് മതി. കുറച്ച് ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, റെഡി? എന്റെ ഒറ്റ ഡയലോഗ് എന്റെ പരിപാടി. ഓക്കെ. അഖില അവിടെ ഇരിക്കണേ. റെഡി? സ്വാപ്പിംഗ് ആണ്. ഓം ജീം ബൂംബ. റെഡി? 1 2 3. ഞാൻ ഇല്ലേ പോയി കുളിച്ചിട്ട് വരാട്ടോ. ഓക്കെ, തീർന്നു. മേളിൽ കയറി റൂമിൽ കയറി വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ താഴോട്ട് വരില്ല. ബുക്ക് വായിക്കണം കേട്ടോ. ബുക്ക് വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്നത് ചിലപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെ ആയിരിക്കും. രാവിലെ വീടാണ്. കിടന്നു ബുക്ക് ഇവിടെ വെച്ച്, അമ്മ നാളെ ചായക്ക് എന്താക്കുക? അത് പെട്ടെന്നാ ചോദിക്കുക, ഒരു ബന്ധം ഉണ്ടാവില്ല അതുമായിട്ട്. അത് ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ രാവിലെ ചായക്ക് എന്താക്കുക? സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലേ? അപ്പൊ ഇതുണ്ടാവും. പിന്നെന്ന് വെച്ചാല് അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എന്ത് പണിയും. നാളെ രാവിലത്തതല്ലേ, നമുക്കിപ്പോ രാത്രിയിലത്തെ കാര്യം നോക്കിയാൽ പോലെ. അന്ന് രാത്രി ചപ്പാത്തി ആക്കാം അല്ലേ? എന്നാ ചപ്പാത്തി ആക്കാം. ഞാൻ കറിക്കുള്ള പരിപാടി നോക്കട്ടെ.
ദേഷ്യവേ ഇല്ല, ദേഷ്യവും അങ്ങനത്തെ ഒന്നും ഇല്ല. ഇല്ല, വളരെ ഡീസന്റ് കുട്ടി, ഇത്രയും നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർ, അതായത് രാഹുലിന്റെ പേരൻസ് നല്ല രീതിയിൽ ഇപ്പൊ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാ. കഴിയുന്നതോടെ അല്ല, അത് എല്ലാരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത്, ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാ. ഞാൻ എന്റെ വീട്ടില് ഇപ്പൊ അച്ഛനും അമ്മയും പറയുന്നത് അതങ്ങനെ മതി, തിരിച്ചിപ്പോ ഇവിടെ ഇവിടെ പോയി അതങ്ങനെ പോരെ, ചെറിയൊരു വേരിയേഷൻ വേണല്ലോ, ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് തന്നെ ഉൾട്ടാ ഞാൻ പറയുക. അതായത് ഇനി അഖിലയുടെ വീടാ, അഖിലയുടെ വീട് ഇവിടെ രാഹുലാകുക, ബി പി ആകുന്നു, ഇവിടെ അഖിലയാണോ? എനിക്ക് എളുപ്പമായി, ഇതുകൂടെ ഉള്ളൂ, ഇതുകൂടെ കഴിക്കാം, എനിക്ക് എളുപ്പമായി. ഓക്കെ, അഖിലയുടെ വീട്ടിലോട്ട് നിങ്ങൾ കയറുന്നു. ക്യാമറ ഇവിടെ വരെ കിട്ടുമോ? അവിടെ വരെ കിട്ടും. എനിക്ക് എളുപ്പമായി. അഖിലയുടെ വീടാ. സ്ഥിരമായിട്ടുണ്ടാവില്ല. ഭക്ഷണം കഴിക്കണ അമ്മ വിളിക്കും, ചിന്നു എനിക്ക് മോളെ ചോറ് 5 മിനിറ്റ്. സ്ഥിരം സാധനം. ഇത് ഭയങ്കരമായിട്ട് അവർ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ വീട്ടുകാർക്ക്. അയ്യോ, ഇങ്ങനെയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അഖില, അപ്പൊ രാഹുലിനെ കൂടെ ഒന്ന് കാണിക്കേ. അതായത് അഖിലയുടെ വീട്ടിൽ രാഹുൽ എത്തി. പക്ഷെ ഞാൻ ഇവരോട് സംസാരിക്കും കേട്ടോ. എന്താ വെച്ചാ ബാങ്കില് മറ്റേ ATM-ന്റെ പിന്ന് മാറ്റണം അല്ലേ? മാറ്റി കൊടുക്കണ്ടേ? ഫോൺ വാട്സപ്പ് നേരെയാക്കണം. ഫോൺ അപ്പോഴത്തേക്ക് എന്റെ അമ്മ വരും, മറ്റേ എമർജൻസി കാർഡായി മോനെ, എമർജൻസി ഒന്ന് ശരിയാക്കി, മിക്സി കാർഡായി മോനെ, മിക്സി ഇത് റിപ്പയർ ആണ് വീട്ടിൽ മൊത്തം, വേറെ എന്തൊക്കെ കേടാവുന്നു അത് ശരിയാക്കി കൊടുക്കാം, എന്തൊക്കെ തകരാറാവുന്നു അത് ശരിയാക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അറിയാം. അമ്മ ഇങ്ങനെയാ. രാഹുലേ, ഈ വാട്സപ്പില് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് എന്തോ ആക്കണ്ടേ, അത് ഒന്ന് കാണിച്ചു തരും. ഇവളോട് ചോദിച്ചാ കാണിച്ചു എന്തോ ഷെയർ ചാറ്റില് മറ്റേ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിന്റെ സാധനം കിട്ടൂലേ, അത് മറ്റേ ഈ ഭയങ്കര കോട്സ് ഒക്കെ എഴുതിട്ട് ഇങ്ങനെ പണം വരും അങ്ങനെ അത് കിട്ടാൻ അത് ഇൻസ്റ്റാൾ ഒക്കെ. ഇതൊക്കെ PPO ചെയ്ത് കൊടുക്കും. ഒരു സന്തോഷം. അതായത് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ റിപ്പയർ വർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ബാങ്കിന്റെ ATM പിൻ നമ്പർ ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കുന്നതാണ്. ഇലക്ട്രിക്കൽ വർക്കുകൾ, അതുപോലെ എമർജൻസി പ്ലംബിങ്, ഫിക്സേഷൻ, എല്ലാം ഉണ്ട്. ഇതൊക്കെ ചെയ്യും വീട്ടില്. ഫിലിം റിലേറ്റഡ് ഇപ്പൊ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോം വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഇതും എങ്ങനെയാ? അല്ല, അധികം ഇവിടെ കണ്ട് സംസാരിക്കും, പിന്നെ എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ മൊത്തം ഞാനാണ്. മീറ്റിംഗ് വെച്ച് രാഹുലാണ് എല്ലാം. ഓക്കെ 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 ഓക്കെ. അല്ലാതെ ഇപ്പം മീറ്റ് ചെയ്ത് ഡയറക്ടറായിട്ട് മീറ്റ് ചെയ്ത് കഥ കേട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഞാനായിരിക്കും. ശരി ശരി ശരി. അപ്പൊ അതും ആ കാര്യവും റിപ്പയർ വർക്ക് മാത്രമല്ല, കഥ കേൾക്കും, ആർട്ടിസ്റ്റിന് വേണ്ടി ആർട്ടിസ്റ്റിന് വേണ്ടി കഥ കേൾക്കും, ഫോൺ വിളിക്കും, സമീപിക്കുക. അല്ലത് കഥ കേൾക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എനിക്കായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കഥയുടെ കേസ്. കാരണം എന്റെ അങ്ങനെയുള്ള കേസിൽ ഇവള് കഥ കേട്ടിട്ട് ഞാൻ പറയും ഒരു കാര്യം, ഒന്ന് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു 1 ലൈനോ ഒന്ന് മേടിക്കും. അതാകുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇവള് കേട്ട് വന്നിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, അപ്പൊ നമുക്കൊരു ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ PP കേൾക്കും. പിന്നെ ഞാൻ എന്റെ ഏട്ടനും കൂടെ അയച്ചു കൊടുക്കും. ഇവര് രണ്ടുപേരും ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ്. ജഡ്ജ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള എല്ലാം അടിപൊളിയാണ്. ഞാനിത് ചെയ്തതൊക്കെ നല്ല നിലവിൽ അടിപൊളി. അങ്ങനെയല്ല, ഞാൻ പറയുള്ളേ നീ എന്താ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്തെല്ലാം നല്ലതാണ്. Why not? You know what's the movies out there? Oh my God, you bang on the bullseye. ഈ ഇരിക്കുന്ന ഞാൻ പോലും അല്ലേ? ഞാൻ ഭയങ്കര അഹങ്കാരത്തിലൊന്നും പറയുന്നില്ല. ചിലപ്പോ അടുത്തത് വരാൻ പോകുന്നതൊക്കെ നേരെ ഫ്ലോപ്പ് ആണെങ്കിലും ഉണ്ടല്ലോ, ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇതൊരു കിടിലൻ പരിപാടിയാ, മെമ്മറി ടെസ്റ്റ് സെഗ്മെന്റ്. അടിപൊളി, ഞാൻ ജയിച്ച്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പം അത് ആദ്യം ആര് ആൻസർ പറയുന്നു അവർക്ക് പോയിന്റ്. നിങ്ങൾ രണ്ടുപേരും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, മെമ്മറി ടെസ്റ്റ് പോലെ റെഡി. അതിൻ്റെ ഒരു പ്ലോട്ടും പറയണം എന്താണെന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വട്ടവർ
ദ ഫസ്റ്റ് ഹോളിഡേ ട്രിപ്പ് നിങ്ങൾ പോയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റേക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഏതാണ്? വയനാട്. രണ്ടാളും ഒരുമിച്ച് പറയാൻ പാടില്ല. അത് ഒരുമിച്ച് പറഞ്ഞാൽ അത്രയും അടിപൊളി. നിങ്ങൾക്ക് 100 നിങ്ങളുടെ ആ ഒരു ഇതൂടെ സെറ്റ് ആവുകയാണ്. കൊറേ ഒന്നും പോയിട്ടില്ലേ, ഓക്കെ. ഫസ്റ്റ് പോയത് വയനാട്. അത് എന്നായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ട്. അല്ല അതൊക്കെ റീസെന്റ് ആണോ കല്യാണം കഴിഞ്ഞ? 2 മാസത്തിനുള്ളിൽ പോയിട്ടുണ്ടല്ലേ? ഒരു 2 മാസത്തിനുള്ളിൽ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാടുകളിലാണോ? അത് നമ്മൾ പോയത് നല്ല പിന്നെ വെയിലുള്ള സമയമായിരുന്നു. ഓ, കാരണം കല്യാണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണല്ലോ. അതെ. വിത്ത് ഫാമിലി. വിത്ത് ഫാമിലി. മിഥുനത്തിലെ പോലെ നിങ്ങൾ കുറേ അധികം ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച്, അല്ല അതിൻ്റെ വേറെ ക്വസ്റ്റ്യൻ, ആഗ്രഹിച്ച് മേടിച്ച് സ്വന്തമാക്കിയ ഒരു സംഭവം, അതൊരു എന്തുവാ, വണ്ടിയാവാം, വാട്ടെവർ. ആദ്യത്തെ ക്യാമറ അടിയും ആണ്. നിങ്ങൾ കുറച്ചധികം നിങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് നിങ്ങൾ അവസാനം അത് കൈക്കലാക്കി. ആദ്യത്തെ ഒരു ക്യാമറയാണ്. ആണല്ലേ? നിങ്ങളത് അതിനോടൊരു പാഷൻ പരിപാടി ഉണ്ടായിരുന്നു? നമ്മള് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണല്ലോ, റീൽ എടുത്തോണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാം എന്ന് വിചാരിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ആയിരുന്നു ആദ്യമായിട്ട് എടുത്തത്. ശരി. അതിപ്പോഴും കൈവശമുണ്ടോ? ഇല്ല, അത് കൊടുത്തു. അത് പിന്നെ അതിനുശേഷം നമ്മുടെ അടുത്ത ബക്കറ്റ് ലിസ്റ്റിലെ സാധനം ഐഫോൺ ആയിരുന്നു. ഒരു ഐഫോൺ എടുത്തത് കൊണ്ട് അത് പിന്നെ യൂസ് ചെയ്യാതായി. ഓക്കെ. അത് കംപ്ലൈന്റ് ആവുന്നതിന് മുന്നേ കൊടുക്കാന്ന് വെച്ചാൽ അത് കൊടുക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായി വാങ്ങിക്കൊടുത്ത, അതായത് ആ ടൈമിലൊക്കെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ, ആദ്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കൊടുത്ത ഒരു സംഭവം, അത് എന്തുവാ, എന്തായിരിക്കും? ചെറുതായിരിക്കാം, വലുതായിരിക്കാം, വാട്ടെവർ. ഷർട്ടാണെന്ന് ഓർമ്മയില്ല. എല്ലാ ആൾക്കാരെയാണ്. എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല. എനിക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു കമ്മലാണ്. അതിപ്പോഴാ ഓർമ്മ. അല്ലല്ല, അതിന്റെ മനസ്സിലുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ എന്താ കൊടുത്തേക്കും ഷർട്ടാന്ന് തോന്നുന്നു. ആണ്. അത് എപ്പോഴായിരുന്നു? അത് കല്യാണത്തിന് മുന്നേ. കല്യാണത്തിന് മുന്നേ. ഓക്കെ. സർപ്രൈസ് പോലെ ആണോന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അതിപ്പോഴും കൈവശം ഉണ്ടോ? ഏതാ ആ ഷർട്ട്? ഇല്ല, അത് തൊഴിലുറപ്പിന് വന്നേത് ചിക്കൻ കൊടുത്തു. സത്യമായിട്ടും അത് ആർക്കോ കൊടുത്തു. കുറച്ച് വർഷമായില്ലേ. ഇനി ആ ജിമിക്കി കമ്മലിന്റെ കഥ പറയും. ജിമിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ആഫ്റ്റർ മാരേജ്? അല്ല, ബിഫോർ മാരേജ്. എപ്പോഴായിരുന്നു സിറ്റുവേഷൻ? സിറ്റുവേഷൻ ഒന്നുമില്ല, ചുമ്മാ വാങ്ങി തന്ന. ഒരു ദിവസം കാണുന്ന സമയത്ത് മേടിച്ചു കൊടുത്തതാ. എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് മേടിക്കാനൊന്നും അറിയില്ല. ശരി. ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് നമ്മളെ പരിപാടി നിർത്തിയല്ലോ. ഓ, അതുകൊണ്ടാണ് പരിപാടി നിർത്തിയത്? അതുകൊണ്ട് മാത്രമല്ല, ഒരു റീസണാണ്. ഇവിടെ ആ സമയത്ത് ജിമിക്കൊക്കെ ഇട്ടിട്ട് കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജിമിക്ക് ചെയ്യാൻ വേണ്ടി അത് അടിപൊളിയായിരുന്നു. ജിമിക്കിയുടെ ആളാണ്. അല്ല, കമ്മല് എന്റെ കയ്യിലുണ്ട്. 50 രൂപ കമ്മല് പിന്നെ ഭയങ്കര രസം ഉണ്ടാവില്ല. അതിപ്പോഴും ഇടാറുണ്ട്. അളിയ പൈസയിലല്ലേ അതെ, കൊടുക്കുന്ന സാധനത്തിന് കുഴപ്പമില്ല എന്നൊക്കെ. എന്തായാലും ക്വാളിറ്റി മാറ്റേഴ്സ്. അതെ അതെ. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ തല്ലുകൂടൽ എന്തിനായിരുന്നു? അത് അങ്ങനെ ഓർമ്മിച്ചെടുക്കുക. നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ തല്ലാണ് കൂടാറ്. അല്ല, ഇങ്ങനെ ചോദിക്കാം, അതിനെ നിങ്ങൾ വഴക്ക് പിടിക്കുന്നത് ഭൂരിഭാഗം ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം. ആ ഒരു ഏറ്റവും വലിയൊരു കാരണം എന്താണ്? സാധാരണ വഴക്കുണ്ടാകാനുള്ള ഒരു മെയിൻ റീസൺ. ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്ത സമയത്ത്, അതാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുക. ഇപ്പൊ ആരെങ്കിലും വിളിക്കാനോ അല്ല ആർക്കെങ്കിലും എന്തെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലും കാസ്റ്റിംഗ് കോളോ സംഭവം എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതിന് ഒന്ന് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും ആ സമയത്ത്. അപ്പൊ അന്ന് അയച്ചു കൊടുക്കണേ, അത് കൊടുക്കാം, ഓക്കെ. പിറ്റേ ദിവസം ചോദിച്ചാലും അയ്യോ അത് അയച്ചില്ല, ഇപ്പൊ അയക്കാന്ന് പറയും. ചിലപ്പോൾ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ പ്രൊഫഷണലി ഓൾസോ അങ്ങനെ കുറച്ച് അല്ല, അങ്ങനെയല്ല, മറവി ചെറുതായിട്ടുണ്ട്. ചെറിയ ഇപ്പൊ ഞാൻ ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുഴപ്പമില്ല. ഡീൽ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയല്ല, അയച്ചു കൊടുക്കാൻ ഞാൻ തുടങ്ങി. അല്ല, നീ അയച്ചു കൊടുത്തില്ലേ? ഞാനില്ല. എന്നാ ശരി. ഓ, അങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയത്. നിനക്ക് വേണ്ടത് നീ ചെയ്യണം, ഇനി ഞാൻ പറയില്ല, അങ്ങനെ പറയും. അതാണല്ലോ സത്യം അല്ലേ? പിന്നെ പുള്ളിക്കിട്ട് 2 കൊടുക്കണം എന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അധികം എനിക്ക് തോന്നാറുണ്ട്. ഉണ്ട്. കാരണം കുറച്ച് ആൾക്കാര് ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ സിനിമ കണ്ട്
ബഹളം വെച്ച് അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഭയങ്കര സംഭവമാണ്, ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് വന്നിരിക്കുന്നതായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു ആ ഡയസറെ കണ്ട സമയത്ത് ഇപ്പൊ ആ പ്രേതത്തിന്റെ ആ ഒരു ഫീൽ വരുന്ന സമയത്തൊക്കെ അയ്യോ പേടിച്ചു പോയിട്ടോ എന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ മറ്റേ ഇതിൽ പറയുന്നത് അതുപോലെ പിടിച്ചൊരയ്ക്കാൻ തോന്നുന്നു അല്ലേ? അല്ല അത് സത്യം. അത് അഖിലേക്ക് അങ്ങനെ തോന്നിയ എന്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല. ഇങ്ങനെ കൊടുക്കാൻ തോന്നിയ ചെറുതായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല വേറെ. അങ്ങനെ ചെറിയ ചെറിയ കുറെ അങ്ങനെ വലിയ അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. രാഹുലിന് വേണ്ടി തിരിച്ചുകൊണ്ടേ വൈസ് വേഴ്സ ക്വസ്റ്റ്യൻ ആണ്. പിക്ക് വേണ്ടി അഖില സാക്രിഫൈസ് ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ത്? അതുപോലെ തന്നെ തിരിച്ച് ഞാൻ ചോദിക്കുവാണ്. ഞാൻ ഒന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല എനിക്ക് ഒന്നും. ഞാനും അങ്ങനെ ഒന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ചുമ്മാ പറയരുത്. സീരിയസ്ലി ചെയ്തിട്ടുണ്ട്. എന്താ ഉണ്ടാവും. അല്ല അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ രണ്ടാളുടെയും കാര്യമായിട്ട് ആണ്. അല്ല നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്താ ഞാൻ പറയട്ടെ, എന്റെ ചോദ്യം ലൈറ്റ് ആയിട്ട് എടുത്ത് നോക്കിക്കേ. വളരെ ലൈറ്റ് ആയിട്ട് ആ ചോദ്യം എടുത്തു. അതായത് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ചോക്ലേറ്റ് മേടിച്ചു, ആ ചോക്ലേറ്റ് അഖിലുണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഹാഫ് കൊടുക്കാതെ ക്വാർട്ടർ കഴിച്ചിട്ട് ബാക്കി അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും അങ്ങനെയാണോ? സെൽഫിഷ് പേഴ്സണാലിറ്റി ചെയ്യേണ്ട കാര്യം ഉണ്ടോ?